കേറിയാ? ഓക്കെ. അല്ല ഒരു ദിവസം ആർപ്പി കളിക്ക് എന്തൊക്കെ സഹിക്കണം നമ്മള്? ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്ന പരിധിയില്ലേ? അങ്ങോട്ട് വാടാ, കാര്യം പറയണ്ട. ഇങ്ങോട്ട് വാ. കൊച്ചിനെ കുറിച്ച് നീ പറഞ്ഞില്ലടാ നാറി. വിഷമുണ്ടല്ലോ നിനക്ക്? എന്തിന്? അല്ല എന്തേലും വിഷമുണ്ടാന്നുള്ളില്ലേ? ഇപ്പൊ പ്രത്യേകിച്ച് വിഷമൊന്നുമില്ല. നീ ഒന്ന് മാറി തന്ന സ്ലോട്ടിൽ കയറായിരുന്നു. അതിന് ഞാൻ ചാവണം സ്ലോട്ടിൽ കയറണമെങ്കിൽ. അതിന് ചന്ദ്രബോസ് ഉറങ്ങണം. ബീഫ് ഇതാണ് ബീഫ് റിബ് തരട്ടെ. ഇതെന്തിര്? എന്താ എന്തുവായിരുന്നു? എന്ത് കണ്ണു പോയി എനക്ക്? കറക്കായിരുന്നല്ലോ. കണ്ണു പോയേ കണ്ണു പോയേ. പശുവിന്റെ വിഷത്തിന്ന് മാറി നമ്മുടെ ബാഗിൽ രണ്ടുപേരും നിൽക്കുന്നുണ്ടോ? പെട്ടെന്ന് വണ്ടി കയറാം, അല്ലെങ്കിൽ മൂഞ്ചിക്ക് തന്നെ. കൊല്ലടാ നീ എന്നെ. പോരാ. ഇവിടെ എല്ലാ അപരാധികളും നമ്മുടെ കൂട്ടത്തിലെ അപരാധി. ഇവിടെ ഒന്നുമില്ലല്ലോ. എവിടെ പോയില്ലാണോ? ആ ഒസാമ. വാ, ഒസാമയുടെ കുറച്ച് പരിപാടികളുണ്ട്. ഒസാമ, ഒസാമോയ് വാ, വണ്ടി കയറ. വണ്ടി കയറ. കേറിയാ? ഓക്കെ. ഒസാമ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു കേട്ടാ. ഇത് ചെയ്യണ ആരാണെങ്കിലും മുടിഞ്ഞു പോവും. ഓ നമസ്കാരം. ഇത് ചെയ്യണ ആരാണെങ്കിലും മുടിഞ്ഞ് തൊലഞ്ഞ് നാശമായി വെണ്ണീറായി പോട്ടെ. വെണ്ണീറായി. ഇത് ഏതോ ഒരു അദർശ ശക്തി, കഴിവില്ലാത്ത കുറേ. മസാമ ഇങ്ങോട്ട് ഒന്നാണ് പോയ ഒന്നാണ്. അതെ, അടുത്ത 300 കിട്ടി. തെറ്റാണ് ബ്രോ. പ്ലീസ് ബ്രോ. ഇങ്ങനെ ഗ്യാസിന്റെ പ്രശ്നമുണ്ടോ? ഗ്യാസിന്റെ പ്രശ്നമുണ്ടോ ബ്രോയ്ക്ക്? എന്താ ഇങ്ങനെ ഗ്യാസ് വിടുന്നേ? എന്താ സൗണ്ട്? സൗണ്ട് എന്താ? പഴം കഴിച്ചേർന്ന് പഴോ? ഇച്ചിരി ഒരു പഴം കഴിച്ചു. ചന്ദ്രൻ ബ്രോ ചെവിന്റെ അടുത്ത് വന്നിട്ട് അടക്കം പറയുന്ന പോലെ എടാ അടുത്ത 300 കിട്ടിയെന്ന്. അത് ഞാനാ പറഞ്ഞ, അടക്കം പറഞ്ഞല്ല. അല്ലല്ല ചന്ദ്രൻ ബ്രോ അല്ലാതെ വേറൊരാൾ അടക്കം പറഞ്ഞു ചെവിന്റെ അടുത്ത് വന്ന്. ആണാ? കഴപ്പ് ഇങ്ങോട്ടാ. ഇത് കുറെ നേരം സിറ്റിയിലെ പ്രശ്നം. അത് കഴിയുമ്പോൾ ആ സിറ്റിയുടെ പ്രശ്നം പറയുമ്പോഴത്തേക്ക് സിറ്റിയിലെ അഡ്മിന്റെ പ്രശ്നം. എന്തൊക്കെ നമ്മൾ സഹിക്കണം അല്ലെ? ഒരു ദിവസം ആർപ്പി കളിക്ക് എന്തൊക്കെ സഹിക്കണം നമ്മള്? പോയാ
എവിടെ ഞാൻ പറയാം ഗ്യാങ് ഉണ്ടല്ലാണ് വെടിച്ചത്. അല്ലല്ല അല്ലല്ല ഭാഗ്യം. ഓക്കെ. ആ ഏതൊരു അദൃശ്യ ശക്തിയുടെ വണ്ടിയായിരുന്നു തോന്നുന്നത്. ആ അങ്ങനെയാണ്. അതിപ്പോ ഇവിടേക്ക് നിൽക്കും ഇങ്ങനെ കണ്ടാ. ഹലോ ഹലോ. അഡ്മിനല്ലേ അല്ലേ? ഓക്കെ മാറിപ്പോയി സാർ. ഒന്നേനെ ഇപ്പൊ ഞാൻ വിചാരിച്ച ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നേന്ന്. അയ്യോ എന്താണ് ഇപ്പൊ അടുത്ത പരിപാടി? എന്താണ് പരിപാടി എന്താ? കാശ് കിട്ടി ഇപ്പം. അപ്പൊ അടുത്ത ടോട്ടൽ ഇപ്പൊ payment തരട്ടെ? സവാരിയുടെ ഓടെ എല്ലാം ഓടെ എന്നെ ടെററാക്കലുണ്ട്. എന്താ അവസ്ഥ അല്ല സിറ്റിയുടെ? ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്ന പരിധിയില്ലേ? തെരുവുനായ്ക്കളുടെ ശല്യം എന്തൊക്കെയാണ് കണ്ടത്? ആ അങ്ങോട്ടൊന്നു ഇവിടെ സംസാരിക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ വള്ളികൾ വരും. ഇപ്പം ഞാൻ പറഞ്ഞു തന്നെ. ഇപ്പം ടോട്ടൽ എൻ്റെ അടുത്തൊരു ഇപ്പം നമ്മൾ ടോട്ടൽ എത്ര? 600. 600. എൻ്റെ കയ്യിൽ 600 ഉണ്ട്. 600 പ്ലസ് ഒരു 300 കൂടി ഉണ്ട് എൻ്റെ കയ്യിൽ. വേറൊരു 300 കൂടി ഉണ്ട്. ആ ഞാൻ ബാക്കി പേയ്മെന്റ് തരാം. ഇനി എത്ര ഉണ്ട് കയ്യിൽ? വൈറ്റ് എത്ര ഉണ്ട്? വൈറ്റ് നോക്കണ്ട, വൈറ്റ് വരും. ഇന്നലെ 1:2.5 അടുത്ത റേറ്റ് കൂടിയില്ലേ? ആ 1:2.5 ഓക്കെ ആണോ? ഇച്ചിരി കൂടുതലാണ് സത്യം പറഞ്ഞ. ബൾക്ക് എടുക്കുന്നത് നമ്മൾ സെല്ല് ചെയ്യുന്ന റേറ്റ് ആണ് ഇപ്പൊ സിറ്റിയിൽ 2.5. ആ പക്ഷെ അപ്പൊ സെല്ലർ മാറി കാണും. നല്ലൊരു കച്ചവടക്കാരൻ്റെ കയ്യിൽ പോയിട്ടായിരിക്കും ഇപ്പൊ പെട്ടത്. അല്ല ഇത് ഷേക്കിന്റെ കാഴ്ച. അത്യാവശ്യം സെയിൽ ചെയ്യുന്നതാ ബ്ലാക്ക്. 2.5 1.2 നമ്മൾ മറ്റേ അന്നെടുത്ത. അതെ അതെ, ഇത് 2.5 വലിയ വേരിയേഷൻ ഇല്ല. സെല് ചെയ്യുന്ന റേറ്റ് നമുക്ക് കിട്ടും സിറ്റിയില്. ആണോ? കുഴപ്പമില്ല. നമുക്ക് അടുത്ത പേയ്മെന്റ് ഞാൻ അങ്ങനെ ചന്ദ്രപുരം കൂടെ എത്തിക്കാം. ആണോ? ആ അതെ. പക്ഷെ ആ പേയ്മെന്റ് കിട്ടിയോണ്ട് ഒരു ഉപകാരം ഉണ്ടായി. ഇന്ന് വേണോ പേയ്മെന്റ്? അല്ലല്ല ഇന്നിപ്പോ വേണ്ട. അത് നോക്കിട്ട് പറഞ്ഞാൽ മതി. ഇപ്പൊ എല്ലാം കൂടെ എത്രയായി ബ്ലാക്ക്? ബ്ലാക്ക് പറയാതിരിക്കുന്നതായിരിക്കും. ആ പറയണ്ട. എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ ബൈ, ഞാൻ പോയിട്ട് ആ പറഞ്ഞു. എന്തായാലും ആകുന്നുണ്ട് ഏകദേശം ഒരു 30%. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു 30% അപ്പൊ ഏകദേശം അച്ചീവ് വേണം. ഓക്കെ മനസ്സിലായി. സെറ്റാക്ക് എന്തായാലും സെറ്റാക്കാം ബാക്കി. അപ്പൊ എൻ്റെ എനിക്ക് വൈറ്റ് ഒന്ന് തന്നാൽ മതി അറേഞ്ച് ചെയ്ത് കിട്ടുമ്പോ. നാളെ അങ്ങനെയാണെങ്കിൽ കാര്യം ബാങ്ക് ഡീൽ ചെയ്യുന്ന എന്നെ വേണമെങ്കിൽ ഞാൻ റേറ്റ് സൂക്ഷിക്കാറില്ല. എപ്പോ വേണമെങ്കിലും എല്ലാം മായിച്ചു കളയാതെ തോന്നുമ്പോഴേ. മനസ്സിലായി. ഈ മുതുക്കിലെ പമ്പാരയാ? സബ്ഗുരുവിന്റെ അത് വർക്കിംഗ് അല്ലല്ലോ, അതങ്ങ് വാങ്ങിച്ചാലോ? എന്തിനാണ് നഷ്ടക്കളി? എനക്കാളും നല്ലത് വല്ല ട്രക്ക് ജോബിന്റെ അടുത്ത് നഷ്ടക്കളയൊന്നുമില്ല. അങ്ങേരൊന്നും വല്ല 10,000-2,000 കൊടുത്തെങ്കിൽ വാങ്ങിക്കാം. തരൂന്ന് തോന്നുന്നുണ്ടോ? 10,000 മുടക്കിയിട്ട് നോക്കാം എന്തായാലും. ഓക്കെ കുക്കണ്ണ അത് ഞാൻ സെറ്റാക്കാവേ, ഇടാവേ. ഞാൻ പോട്ടെ ഞാൻ വിളിക്കാം. എൻ്റെ വണ്ടീനെയും കളഞ്ഞ് അവരാതി. ടി വിയിലുള്ളമാരൊക്കെ ഇവിടെ കാണാനില്ലല്ലോ. സത്താ സത്യം പറഞ്ഞാൽ മൂഡ് പോയി. ആർപ്പിളിക്കുള്ള മൂഡ് പോയി. ഉള്ള കാര്യം പറയാലോ. കത്തി